കുട്ടൻ ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഒരു നല്ല ശുഭദിനം നേരുകയാണ്. ഒപ്പം തന്നെ വളരെ ഗൗരവകരമായ ഒരു വാർത്തയാണ് കോഴിക്കോട് നിന്നും നമ്മുടെ പ്രേക്ഷകരോട് കുട്ടന് പങ്കുവയ്ക്കുവാനുള്ളത്. ഇപ്പോൾ നമുക്കറിയാം ജമാഅത്ത് ഇസ്ലാമി UDF സഖ്യം അതൊരു രഹസ്യമല്ല, പരസ്യമാണെന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അവിടെ ഈ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജമാഅത്ത് ഇസ്ലാമിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. അതും UDF നേതാക്കൾക്കൊപ്പം അവരുടെ സ്ഥാനാർത്ഥികൾക്കൊപ്പം വന്ന് പത്രിക സമർപ്പിച്ചിരിക്കുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടു. അപ്പോൾ ആ ഒരു സഖ്യം പരസ്യമായിരിക്കുന്നു അല്ലേ? സിന്ധൂരി, കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ വ്യാപകമായി ജമാഅത്തെ ഇസ്ലാമി UDF സഖ്യം ഉണ്ട്. തീവ്ര വർഗീയ കക്ഷിയും മതരാഷ്ട്രവാദികളുമായ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടിക്കൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെയും UDF നേരിടുന്നത് എന്ന് ഇതോടുകൂടി വ്യക്തമായിരിക്കുകയാണ്. നേരത്തെയൊക്കെ കോൺഗ്രസിൻ്റെ നേതാക്കൾ, കോഴിക്കോട് DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ യാതൊരു സഖ്യവും ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയറുമായി ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സഖ്യം ഉണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ DCC പ്രസിഡന്റൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ അത് വെറും പറച്ചിൽ മാത്രമാണെന്ന് തെളിയുകയാണ്. പല സ്ഥലങ്ങളിലും കോഴിക്കോട് ജില്ലക്കകത്ത് ഇന്നലെ ഇപ്പോൾ നമുക്കറിയാം നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ തന്നെ നമുക്ക് കണക്കിലെടുത്താൽ പരിശോധിച്ചാൽ മനസ്സിലാവാൻ വേണ്ടി പറ്റും. കൊടിയത്തൂരിൽ വെൽഫെയർ UDF സഖ്യം വീണ്ടും രൂപപ്പെട്ടിരിക്കുകയാണ്. UDF സ്ഥാനാർത്ഥികളുടെ കൂടെയാണ് വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മലയോര മേഖലയിലെ മുക്കം നഗരസഭ, അതോടൊപ്പം തന്നെ മറ്റ് പല പഞ്ചായത്തുകൾക്കകത്തും ഇത്തരത്തിൽ സഖ്യമായാണ് രണ്ട് കക്ഷികളും മത്സരിക്കുന്നത്. കൊടിയത്തൂരിൽ SC വനിതാ സംവരണ വാർഡായ വാർഡ് 1 തെയ്യത്തും കടവിൽ പ്രേമ കോട്ടമൽ ആണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വാർഡ് 16 ചുള്ളിക്കാംപറമ്പ് എന്ന വാർഡിൽ യൂസഫ് ആണ് പത്രിക നൽകിയിരിക്കുന്നത്. ഈ രണ്ടുപേരും ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുടെ നേതാക്കളാണ്. ഈ രണ്ടുപേരും നോമിനേഷൻ സമർപ്പിക്കാനെത്തിയത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതാക്കൾക്കൊപ്പം അതോടൊപ്പം തന്നെ UDFൻ്റെ പ്രാദേശിക നേതാക്കളും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോഴിക്കോട് കോർപ്പറേഷനകത്തും ഇത്തവണ ഈ ജമാഅത്തെ ഇസ്ലാമി UDF സഖ്യം വന്നു എന്നുള്ളതാണ്. സാധാരണ കോഴിക്കോട് കോർപ്പറേഷനകത്ത് അത്തരം ഒരു സഖ്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ സഖ്യമായാണ് മത്സരിക്കുന്നത്. ചെറുവണ്ണൂർ വെസ്റ്റ് വാർഡിലാണ് UDF സ്ഥാനാർത്ഥിയായി വെൽഫെയർ പാർട്ടിയുടെ മഹിളാ നേതാവ് മത്സരിക്കുന്നത്. വെൽഫെയർ പാർട്ടിയുടെ വനിതാ നേതാവ് സൗദയാണ് ഇവിടെ മത്സരിക്കുന്നത്. സൗദ ഇവിടെ UDFൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന രീതിയിലാണ് സൗദ മത്സരിക്കുന്നത്. വെൽഫെയർ പാർട്ടിയുടെ വനിതാ വിഭാഗത്തിൻ്റെ സജീവമായ പ്രവർത്തകയും നേതാവുമാണ് സൗദ. ഇത്തരത്തിൽ ഇപ്പോൾ തന്നെ ഈ നോമിനേഷൻ സമർപ്പിക്കുന്ന ആദ്യഘട്ടത്തിൽ തന്നെ സഖ്യം പരസ്യമായ രീതിയിലേക്ക് വരികയാണ്. നേരത്തെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്തിലെ മരുതോങ്കര ഡിവിഷനുമായി ബന്ധപ്പെട്ട് KPCC മെമ്പറായ KT ജെയിംസ് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറുമായി നടത്തിയ സംഭാഷണം നമ്മൾ പുറത്തുവിട്ടിരുന്നു. അതിനകത്ത് മരുതോങ്കര ഡിവിഷനകത്ത് ഇത്തവണ ഒരു സീറ്റ് ഒഴിച്ചിട്ടിരിക്കുകയാണ്. അത് വെൽഫെയർ പാർട്ടിക്ക് വേണ്ടി ഒഴിച്ചിട്ടു എന്നുള്ളതാണ് KPCC മെമ്പർ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വാർത്ത നൽകിയതിനു ശേഷം വലിയ ചർച്ചയാവുകയും വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഇപ്പോഴും ആ ചർച്ച തുടരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ആ സീറ്റിനകത്തേക്ക് ഇപ്പോഴും UDF സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടില്ല. വെൽഫെയർ പാർട്ടിയുടെ ആൾക്കാർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ പല പഞ്ചായത്തുകൾക്കകത്തും വളരെ സജീവമായ സഖ്യത്തിലൂടെയാണ് UDFും ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് പോകുന്നത്. സിന്ധൂരി, അതായത് കുട്ടൻ ഈ ഇത്തരത്തിലുള്ള ഈ ഒരു നീക്കം ഇത് നേതൃതലത്തിൽ നമ്മൾ അന്ന് കഴിഞ്ഞ ദിവസം കുട്ടനിലൂടെ തന്നെയാണ് ആ വാർത്ത പുറം ലോകം അറിഞ്ഞത്. അപ്പോൾ ആ ഓഡിയോ സന്ദേശത്തിൽ നമ്മൾ വ്യക്തമായി കേട്ടതാണ് അവരുടെ നേതൃതലത്തിലുള്ള ഒരു തീരുമാനമാണത്. അതായത് അവിടെ ഒഴിച്ചിട്ടിരിക്കുന്നു. ആ ഓഡിയോയിൽ വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട് അത് ഒഴിച്ചിട്ടിരിക്കുകയാണ്, ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, അതുകൊണ്ടാണ് ഒഴിച്ചിട്ടിരിക്കുന്നത്. നേതൃതലത്തിലുള്ള ഒരു തീരുമാനം അവർ നടപ്പിലാക്കുകയാണ്. എന്നാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇത്തരത്തിലുള്ള ഈ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിനോട് ഇവർക്കുള്ളിലെ സാധാരണക്കാരായ പ്രവർത്തകർക്ക് വളരെ വലിയ രീതിയിലുള്ള അമർഷമുണ്ട്. ആ ഒരു അമർഷത്തെ അവർ പ്രകടിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ പോലും ആ പാർട്ടിക്കുള്ളിലെ ആ അമർഷങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊന്നും കാണാതെയും കേൾക്കാതെയും ഏത് വിധേനയും വോട്ട് കിട്ടുക, ഏത് വിധേനയും അധികാരത്തിലേറുക എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് ഇപ്പോൾ UDF ഒന്നടങ്കം മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെ വേണ്ടേ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാൻ. സിന്ധുവിന് കോഴിക്കോടിനൊരു പ്രത്യേക സാഹചര്യം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇവിടെ UDFിനകത്തായാലും കോൺഗ്രസിനകത്തായാലും സ്ഥാനാർത്ഥി നിർണ്ണയത്തിൻ്റെ തുടക്കം മുതൽ തന്നെ വലിയ രീതിയിലുള്ള തമ്മിൽ തല്ലും DCC ഓഫീസിനകത്ത് പോലും കസേര എടുത്തുകൊണ്ട് പ്രവർത്തക നേതാക്കൾ തമ്മിൽ തല്ലുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ വാർത്തയൊക്കെ നമ്മൾ തന്നെ നേരത്തെ തന്നെ പുറത്തുവിട്ടതാണ്. അപ്പോൾ UDFിനകത്തും കോൺഗ്രസിനകത്തും അനൈക്യം ഉള്ളൊരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല, തെരഞ്ഞെടുപ്പിനകത്ത് വലിയ തിരിച്ചടി നേരിടും എന്നുള്ളൊരു ഭീതി കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വോട്ട് ലഭിക്കുന്നതിന് ഇവിടെ ഏത് കക്ഷികളുമായും ഏത് വർഗീയ കക്ഷികളുമായും കൂട്ടുകൂടാം എന്ന ഒരു സ്ഥിതിയിലേക്ക് UDFും കോൺഗ്രസും എത്തിയിരിക്കുന്നത്. നേരത്തെയൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള സഖ്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾക്ക് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർ വലിയ താല്പര്യം പ്രകടിപ്പിക്കാറില്ലായിരുന്നു. പക്ഷേ ഇത്തവണ സ്ഥിതി മാറി. ജമാഅത്തെ ഇസ്ലാമിയെ പൊതുധാരയിൽ എത്തിക്കുന്നതിന് വേണ്ടിയും തീവ്ര വർഗീയ കക്ഷിയായ ഈ ഒരു സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയെ കൂടെ കൂട്ടുന്നതിന് വേണ്ടിയും ഏറ്റവും
കൂടുതലായി ചുക്കാൻ പിടിക്കുന്നത് UDF-നകത്ത് ചുക്കാൻ പിടിക്കുന്നത് ലീഗ് നേതാക്കളാണ് എന്നുള്ളതാണ്. പേരിനെങ്കിലും പ്രവീൺകുമാർ പുറത്ത് പറഞ്ഞത്, അതായത് ഒരു നാടകത്തിൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞതെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യം ഉണ്ടാകില്ല എന്ന് പ്രവീൺകുമാർ കോഴിക്കോട് DCC പ്രസിഡന്റ് പറഞ്ഞ ഘട്ടത്തിൽ തന്നെ അതിനെ തള്ളിക്കൊണ്ട് മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടിയും PMA സലാമും ഒക്കെ രംഗത്ത് വന്നിരുന്നു. PMA സലാം പറഞ്ഞത് കഴിഞ്ഞ തവണത്തേതുപോലെ ഇത്തവണയും ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യം ഉണ്ടാകും എന്നുള്ളതാണ്. PK കുഞ്ഞാലിക്കുട്ടി ആ ഘട്ടത്തിൽ പറഞ്ഞത് കാത്തിരുന്ന് കാണൂ എന്നാണ്. ഇപ്പോൾ ആ കാത്തിരുന്നത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം പല കേന്ദ്രങ്ങളിലും ലീഗിൻ്റെ ഉന്നതരായ നേതാക്കളാണ് ഈ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾക്കൊപ്പം ഈ നോമിനേഷൻ നൽകാനൊക്കെ എത്തുന്നത്. അതോടൊപ്പം തന്നെ KPCC ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഫോറങ്ങൾ അറിഞ്ഞുകൊണ്ടാണ്, സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു സഖ്യം എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന KT ജെയിംസിൻ്റെ ശബ്ദരേഖയിൽ ഉൾപ്പെടെ അദ്ദേഹം KPCC മെമ്പറാണ്. കോഴിക്കോട് ജില്ലയിലെ KPCC അംഗങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്താണ് അദ്ദേഹം DCC പ്രസിഡന്റോട് ഇക്കാര്യം പറയുന്നത്. ആ വോയിസാണ് നമ്മൾ പുറത്തുവിട്ടിരുന്നത്. സ്വാഭാവികമായും സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു സഖ്യം എന്നുള്ളതാണ്. നിലമ്പൂർ ബൈ ഇലക്ഷൻ സമയത്താണ് പരസ്യമായ സഖ്യത്തിലേക്ക് വെൽഫെയർ പാർട്ടിയും കോൺഗ്രസ് UDF നീങ്ങുന്നത്. ആ ഘട്ടത്തിൽ വാർത്താ സമ്മേളനം വിളിച്ചാണ് വെൽഫെയർ പാർട്ടി നേതാക്കൾ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചത്. ആ ഒരു സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളും ചർച്ചകളും ഉയർന്നു വന്നപ്പോൾ VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ പറഞ്ഞത് മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പൊതുധാരയിലേക്ക് വരികയാണ് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ VD സതീശൻ്റെ പ്രസ്താവന വന്ന് മാസങ്ങൾക്കുള്ളിൽ തന്നെ മലപ്പുറം ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ തീവ്ര ഈ മതരാഷ്ട്രവാദവും തീവ്ര വർഗീയ ആശയങ്ങളും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമി സെമിനാറുകൾ ഉൾപ്പെടെ നടത്തിയത് നമ്മൾ കണ്ടതാണ്. സിന്ധൂരി.